ഹലോ, അപ്പോൾ ഇന്ന് എൻ്റെ കസിൻ വിവേകിൻ്റെ മാരേജ് ഫംഗ്ഷൻ ആണ് കേട്ടോ. അപ്പോൾ മോർണിംഗ് തന്നെ നമ്മളെല്ലാവരും അവിടെ എത്തി. ഈവനിങ്ങോടെയാണ് ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ കുറേ കസിൻസൊക്കെ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ഈവനിങ് ആയിട്ട് റെഡി ആയിട്ട് അങ്ങോട്ട് പോകും കേട്ടോ. ഇതെൻ്റെ കസിൻ സനി, എൻ്റെ വൈഫ് ഭവി ചേച്ചിയാണ് കേട്ടോ. ഞാനിപ്പോൾ തിരക്കിട്ട് പോകുന്നത് നമുക്ക് പുടവ കൈമാറുന്ന ഒരു ചടങ്ങുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഫംഗ്ഷന് വേണ്ടി പോവുകയാണ്. അപ്പോൾ അവൻ്റെ സിസ്റ്ററും എല്ലാവരും കൂടെ ഫോട്ടോ സെക്ഷനൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പയ്യൻ. ആളവിടെ സൈഡിൽ നിന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ അവൻ്റെ കല്യാണമാണോ അതോ അവൻ്റെ സിസ്റ്ററിൻ്റെ കല്യാണമാണോ നടക്കുന്നതെന്നും പറഞ്ഞ് അവൻ അവിടുന്ന് കമൻ്റ് അടിക്കുന്നുണ്ടായിരുന്നു. നമ്മളെ റിലേറ്റീവ്സും എല്ലാവരും കൂടെ കുറേ നാൾക്ക് ശേഷമാണ് കേട്ടോ കണ്ടുമുട്ടുന്നത്. അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരുപാട് പേരെ ഇപ്പോഴാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇതുവരെ കാണാത്ത കുറേ കസിൻസിനെയും നമുക്ക് കാണാൻ പറ്റി കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നേരെ താഴേക്ക് ചടങ്ങിലേക്ക് വന്നു കേട്ടോ. ഇപ്പോൾ ഫോട്ടോസൊക്കെ എടുക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്, കാരണം കണ്ടിരിക്കാൻ നല്ല രസമാണല്ലോ. നമ്മൾ നേരെ ചടങ്ങിലോട്ട് പോയി കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ചെക്കൻ്റെ സിസ്റ്ററാണ് ഈ ഒരു പെട്ടിയായിട്ട് പോവുക. ഒരുപാട് തവണ കണ്ടിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങനെ ഒരു ചടങ്ങിലോട്ട് പോകുന്നത്. കുറച്ച് പേരാണ് ഈ ഒരു ഫംഗ്ഷന് വേണ്ടി പോകുന്നത്. അറിയുന്നതും അറിയാത്തതായിട്ടുള്ള കുറേ പേരുണ്ടായിരുന്നു. പക്ഷേ എല്ലാവരെയും അങ്ങോട്ട് പരിചയപ്പെട്ടു കേട്ടോ. നമ്മൾ ട്രാവലറിലാണ് പോകുന്നത്. വൊമിറ്റിങ്ങിൻ്റെയും മറ്റും പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഫ്രണ്ട് സീറ്റിൽ കയറിയിരുന്നു. പിന്നെ നല്ല അടിപൊളി ഗുമ്മ പാട്ടൊക്കെ വെച്ച് നല്ല യാത്ര തന്നെയായിരുന്നു. പക്ഷേ ഈ വൊമിറ്റിങ്ങിൻ്റെ പ്രശ്നം അധികം ആൾക്കാർക്കും ഉള്ളത് കൊണ്ട് ആരും ഡാൻസ് ഒന്നും കളിച്ചില്ല കേട്ടോ. നേരെ പോകുന്നത് ഹാളിലേക്കാണ് കേട്ടോ. കാരണം ബ്രൈഡിൻ്റെ വീട്ടിലെ 2 ഫംഗ്ഷനും ഹാളിൽ വെച്ച് നടക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഫംഗ്ഷനും നമ്മൾ ഹാളിൽ വെച്ച് തന്നെയാണ് നടക്കുന്നത്. അങ്ങനെ ഞങ്ങൾ നേരെ ഹാളിലേക്ക് എത്തി. കുറച്ച് ദൂരെ യാത്ര ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ എത്തിയതിന് ശേഷം നേരെ ഹാളിലേക്ക് ചെന്ന് കയറി കേട്ടോ. ആദ്യം ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, കാരണം ഹാളിൽ വെച്ചായതുകൊണ്ട് ചടങ്ങ് എങ്ങനെയാണെന്നുള്ളത്. പിന്നെ നേരെ അവിടെ ചെന്ന് കുറച്ച് നേരം ഇരിക്കുമ്പോഴേക്കും അവരെല്ലാം സെറ്റാക്കി. അപ്പോൾ ഇതാണ് നമ്മളെ ബ്രൈഡ്. അല്പനേരം ഇരിക്കുമ്പോഴേക്കും ഞങ്ങൾക്ക് വെൽക്കം ഡ്രിങ്കൊക്കെ തന്നു. അവരതൊക്കെ സെറ്റാക്കുന്ന നേരം കൊണ്ട് ഞങ്ങൾ അതൊക്കെ കുടിച്ച് ആ ഫംഗ്ഷനൊക്കെ കണ്ടുകൊണ്ട് അങ്ങിരുന്നു കേട്ടോ. പെട്ടി കൈമാറാനുള്ള ചടങ്ങായിരുന്നു കേട്ടോ. എല്ലാ നാടുകളിലും ഉള്ളതുപോലെ കല്യാണ പെണ്ണിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളുമായി നമ്മൾ പോകുന്നതാണ് ഈ ചടങ്ങ്. അങ്ങനെ പെട്ടി കൈമാറും. പെങ്ങളാണ് ഈ ഒരു ഫംഗ്ഷൻ ചെയ്യുക. അരി നുറുക്കിയതിന് ശേഷം പെണ്ണിന് പെട്ടി കൈമാറി. ആ ഒരു പെട്ടി കൈമാറിയതിന് ശേഷമാണ് കേട്ടോ സത്യം പറഞ്ഞ ഐശ്വര്യം ഒന്ന് റിലീസായത്. ആ ഒരു ചടങ്ങ് കഴിഞ്ഞതോടുകൂടെ നമ്മളെല്ലാവരും ചേർന്ന് ഫോട്ടോസൊക്കെ എടുത്തു. അതിനുശേഷം നമ്മുടെ മെയിൻ പരിപാടി ഫുഡിങ്ങിലോട്ടേക്ക് പോയി കേട്ടോ. പിന്നെ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങി. നല്ല ഗുമ്മ പാട്ടായതുകൊണ്ട് തന്നെ കളിക്കാതെ പിടിച്ചു നിന്ന ഒരാളുണ്ടായിരുന്നു കേട്ടോ. ആരില്ലെങ്കിലും ഞാൻ കളിക്കുമെന്ന് പറഞ്ഞ് വേഗം ഡാൻസ് ആയിരുന്നു കേട്ടോ വരുന്ന വഴി. അങ്ങനെ നമ്മൾ കുറച്ച് ടൈം വൈബ് ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ച് നേരെ നമ്മുടെ വീട്ടിലോട്ടേക്ക് എത്തി. വരുന്ന വഴി അനിയത്തി വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങി. അവൾക്ക് വേണ്ടി ഇങ്ങനെ വെയിറ്റിംഗ് ആയിരുന്നു. അങ്ങനെ എല്ലാവരും ചേർന്ന് ഒരുമിച്ച് നമ്മുടെ കല്യാണ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഇതെൻ്റെ മാമിയാണ് കേട്ടോ. പിന്നെ അവിടെ എത്തിയപ്പോൾ എല്ലാ കസിൻസിനെയും ഒരുമിച്ച് കണ്ടു. പിന്നെ കംപ്ലീറ്റ് ഫോട്ടോ ഷൂട്ടിങ് തന്നെയായിരുന്നു കേട്ടോ. പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫാമിലിയിൽ ഒരുപാട് റിലേറ്റീവ്സ് ഉണ്ട്. സോ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ വരുമ്പോഴാണ് നമ്മളെല്ലാവരും ഒത്തുകൂടുക. സോ എല്ലാവരും ഒത്തുകൂടുന്ന സമയത്ത് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും കേട്ടോ. ഈ ഒരു സമയമാണ് ഓർത്തത് നമ്മൾ വിട്ടുപോയ മെയിൻ ആൾ നമ്മുടെ കല്യാണ ചെക്കൻ. ഈ ആളെ കാര്യമേ നമ്മൾ വിട്ടുപോയിട്ടോ. ഒരു ഫോട്ടോ പോലും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ലാസ്റ്റ് നിമിഷമാണ് കേട്ടോ അവനോടൊപ്പം എടുത്തത്. പിന്നെ ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ്. നമ്മളെല്ലാവരും ഒരുമിച്ച് പഠിച്ചതായിരുന്നു. അങ്ങനെ അവരെ ഒക്കെ കാണാൻ പറ്റി. പിന്നെ ഞങ്ങളെല്ലാവരും ഏകദേശം രാത്രി 7:30 ഒരു സൈഡിലേക്ക് അങ്ങോട്ട് ഒതുങ്ങിയിരുന്നു കേട്ടോ. കാരണം ഈ ഒരു ടൈമിൽ ഭയങ്കര തിരക്കായിരുന്നു. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം എല്ലാവരും സൈഡിലിരുന്ന് വിശ്രമിച്ചുകൊണ്ട് കഥകളൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. നാളെയാണ് കല്യാണം. അപ്പം നമുക്ക് എല്ലാവരും അവിടെ വെച്ച് കാണാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.